ഹലോ, വെൽക്കം ബാക്ക് ടു ഹിമശ്രീ വ്ലോഗ്സ്. നമ്മൾ ഇന്ന് ജോർജിയയിൽ നമുക്കിന്ന് ഫ്രീ ഡേ ആണ്. കാരണം നമ്മൾ 7 നൈറ്റ് സ്റ്റേ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ദിവസം ഫ്രീ ഡേ തന്നിട്ടുണ്ട് നമ്മുടെ ടൂർ പാക്കേജിൽ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സ്വന്തമായിട്ട് കറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടൂർ ഗൈഡിൻ്റെ നിന്ന് മെട്രോയുടെ കാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡ് റീചാർജ് ചെയ്തിട്ട് നമ്മൾ മെട്രോയിൽ പോവാണ്. അപ്പോൾ ഇത് മാർജീഷ്ണവല്ലി സ്റ്റേഷനാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ലിബർട്ടി സ്ക്വയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടക്കാണ്. ഇപ്പോൾ ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഓരോരുത്തർ കയറുമ്പോൾ ഞാൻ റിച്ചുവിനെ പിടിച്ച് കയറാം അല്ലേ? അങ്ങനെ മെട്രോയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എക്സ്കലേറ്റർ ഉണ്ട് കേട്ടോ. ഈ എക്സ്കലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സ്പീഡ് തോന്നും കേട്ടോ. കാരണം അണ്ടർഗ്രൗണ്ടിലേക്ക് പോണതാണല്ലോ, അപ്പോൾ നല്ല സ്പീഡ് ഉണ്ട്. അപ്പോൾ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെന്ന് വെച്ചാൽ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം കേട്ടോ. ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ഒരു അമ്മൂമ്മ അങ്ങനെ വീഴാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സ്പീഡാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് മർജനീഷ് വില്ലിയിലാണ്. നമ്മൾ പോകാൻ പോകുന്നത് ലിബർട്ടി സ്ക്വയറിലേക്ക് അല്ലേ? രണ്ടാമത്തെ സ്റ്റേഷനാണ് വരുന്നത് ലിബർട്ടി സ്ക്വയർ. ഈശ്വള്ളി കഴിഞ്ഞിട്ട് റുസ്താവിലി വരും. അത് കഴിഞ്ഞിട്ടാണ് ലിബർട്ടി സ്ക്വയർ. നമ്മൾ ലിബർട്ടി സ്ക്വയറിൽ ഇറങ്ങണം, പെട്ടെന്ന് എത്തുമായിരിക്കും. നമ്മുടെ ട്രെയിൻ എത്തി. ലെറ്റ്സ് ഗോ. സ്ക്വയറിലെത്തി. എന്ത് സ്പീഡാല്ലേ അല്ലേ? എവിടെ പേര് പറയട്ടെ. പെട്ടെന്നൊരു 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. സ്ക്വയറിലെത്തി. ഇന്നലെ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ഡേ ആണ്. അല്ല, ഇതൊക്കെ ഇട്ടേക്കണത്. പിന്നെ നമ്മുടെ എസ്കലേറ്റർ ഉണ്ടല്ലോ, എസ്കലേറ്റർ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര എത്ര ദൂരം പോണം, ദൂരം ഉണ്ട്. പിന്നെ എനിക്ക് ആ സ്പീഡ് അത് നിൽക്കുമ്പോൾ വീഴാൻ പോണ പോലെ തോന്നുന്നുണ്ട്. ആ അതെ അതെ. നമ്മള് ലിബർട്ടി സ്ക്വയറിന്റെ എവിടെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ലിബർട്ടി സ്ക്വയർ. നമുക്ക് ദൂരെ നോക്കിയാൽ മദർ ഓഫ് ജോർജിയ കാണാം. കണ്ടോ? ഇതാണ് മദർ ഓഫ് ജോർജിയ. അന്ന് നമ്മുടെ മറ്റേ വീഡിയോയിലുണ്ട്. നമ്മൾ ലിബർട്ടി സ്ക്വയറിൽ നിന്ന് 2 ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഋതു ചോക്ലേറ്റ് വാനില ഐസ്ക്രീം റിച്ചുവും ഋതുവും കഴിക്കുകയാണ്. ഇതിന് ഇവിടെ 3 something അറിയാം. അപ്പം നമ്മൾ അവിടുത്തെ 500 ഫിൽസ് രണ്ടെണ്ണത്തിന് 250 ഫിൽസ്. നമ്മളവിടുത്തെ KDD ഐസ്ക്രീമിൻ്റെ സെയിം കോസ്റ്റാണ്. എങ്ങനെയുണ്ട്? ഉള്ള റിച്ചു ഐസ്ക്രീം എങ്ങനെയുണ്ട്? യമ്മി നൈസാണ്. ഇതാണ് നമ്മുടെ H&M ലിബർട്ടി സ്ക്വയറിന് അടുത്ത് തന്നെയാണ് H&M ഉള്ളത്. നമുക്ക് നല്ല വൈബാണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. ഇന്നലെ ഇവിടെ ഇതായിരുന്നു, ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് അവരുടെ ഫ്ലാഗ് ഇങ്ങനെ റോഡ് മുഴുവൻ ഫ്ലാഗിൻ്റെ ആ ഒരു പാറ്റേൺ ഇങ്ങനെ നിരത്തിയിട്ടേക്കാ റോഡ്. നല്ല രസമുണ്ട് കാണാൻ.
അപ്പോൾ അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. എനിക്ക് ഡ്രോൺ പറത്തണം എന്നുണ്ടെങ്കിൽ അതിന് സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ എൻ്റെ പരിപാടിയിലോട്ട് നീങ്ങണം. ഓക്കെ, നമുക്ക് പോവാം. നടന്നു കഴിക്കാം. പോവാം. വാ, നടന്ന് കഴിക്കാൻ പറ്റുമോ തന്നെ? അവിടെ ഇരിക്കണോ? ഇരുന്ന് കഴിക്കണോ? ബാ, ഇരുന്ന് കഴിക്കാം. ബാ. ഇവിടെ കുറേ ബുക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. റിച്ചു വിടുന്നോ? ഇത് വിടുന്നോ? അവിടെ ഇരുന്നോ? ആ പേപ്പർമാർ ഇരുന്നോ? അവിടെ നിന്ന് കഴിക്കേ. അപ്പോൾ നമ്മൾ ഇവിടെ ഫുൾ ബുക്ക് സ്റ്റോളാണ് കേട്ടോ. ഈ സൈഡ് ഫുള്ള്, എവിടെയൊക്കെ ഫുള്ള് ബുക്ക് സ്റ്റോളാണ്. ഫുള്ള് ഇംഗ്ലീഷുമുണ്ട്, ജോർജിയൻ ബുക്സും ഉണ്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് അങ്ങനെ സമയം ചെലവഴിക്കുകയാണ് കേട്ടോ. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തായിട്ടൊരു പാർക്കുണ്ട്, അവിടേക്ക് പോകാമെന്ന് വെച്ചിട്ട് ശ്രീകാന്തിനപ്പോൾ വീഡിയോയും എടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ കുട്ടികളെ ജസ്റ്റ് പാർക്കിലൊന്ന് കളിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെയുള്ള ഒരു ചെറിയൊരു പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിൽ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ഋതുവിനെയും റിച്ചുവിനെയും ഇവിടെ കുറച്ച് നേരം കളിപ്പിക്കാം. പിന്നെ ശ്രീകാന്തിന് വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവരിത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. നോക്കൂ, മുകളിലേക്ക് നോക്കൂ, കാണുന്നുണ്ടോന്ന് അറിയില്ല. മൾബറീസ് ഉണ്ടോ? കിട്ടണ്ടോ? കഴിക്കാലോ. നാട്ടിലെ പണ്ടത്തെ കാലത്ത് അമ്മമ്മയുടെ വീട്ടില് ഒരു മൾബറിയുടെ മരം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. നോട്ടെ, എനിക്ക് തന്നെ അതേ ടേസ്റ്റ്. ഇതാ കുറച്ച് പറിച്ചു. ഇനി അവർക്കും കൂടി കൊണ്ടു കൊടുത്തു നോക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, നോക്കാം. അതാ ഞാൻ പറഞ്ഞു, ഉള്ളിൽ കയറി ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഋതുക്കുട്ടി റിച്ചുക്കുട്ടിൻ്റെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടുത്തെ വർക്കേഴ്സൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ഇത് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കാനാണ്. ഋതു റിച്ചും കളിക്കാൻ നിന്നപ്പോൾ ഒരു കൊച്ചു വന്ന് അവരെ വിളിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ അതേ അവർ രണ്ടുപേരും ആ കുട്ടിയുടെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഋതു ഇതേ സീസോമെ ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ ഇതാ ഡ്രോൺ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ശ്രീകാന്ത് ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. മൾബറിയൊക്കെ പറിച്ച് തിന്നുകൊണ്ട് വരുന്നുണ്ട്. അതെ, വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു കുട്ടിക്ക്. അപ്പോൾ അതവിടെ 2 ലാറി കൊടുക്കണം കേട്ടോ വാഷ്റൂമിലേക്ക് പോകാനായിട്ട്. ഇവിടെ അപ്പോൾ 2 ലാറി കോയിൻസ് ഇടുന്നുണ്ട്. അതെ, വാഷ്റൂം ആകെ വൃത്തികേടായി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് കയറി പോയൊന്നുമില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല, ഋതുവിൻ്റെ മുഖം കണ്ടില്ലേ, അപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. നമ്മൾ വീണ്ടും ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഫ്രീ ഡേ കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി ലാസ്റ്റ് ഇവിടേക്ക് തന്നെ എത്തി കേട്ടോ.
നമ്മൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇവിടുത്തെ ഈ ബലൂൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, നല്ല കാറ്റായിരുന്നു കേട്ടോ അന്ന്. പക്ഷേ ഇന്ന് ഈ ബലൂൺ ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി ഹോട്ട് എയർ ബലൂണിൽ കയറിയിട്ട് നമുക്ക് മേലെ വേണമെങ്കിൽ പോവാം. പക്ഷേ ഇതിന് റേറ്റ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ, നമ്മൾ പോയില്ല. അപ്പോൾ ഇന്ന് ഇത് വിൻഡില്ലാത്ത കാരണം നല്ല ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മെയ്ഡൻ സ്ക്വയറിൻ്റെ അവിടെയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് അടിപൊളി ഫുഡാണ്. നമ്മൾ രതീഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ, അപ്പോൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ, നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ് ടൂറ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ബസ്സിൽ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 150 ലാറി ഫുൾ ഫാമിലിക്ക്. ഇത് ഇന്ന് മുഴുവൻ യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? 24 hours യൂസ് ചെയ്യാം. ആണോ? ഓക്കെ. മേലെ കയറാൻ പറ്റില്ലേ? അപ്പോൾ നമ്മളൊരു ടിക്കറ്റ് കൊടുക്കും. ബാ കയറ്. ഇല്ല, അതെ, കുവൈറ്റിൽ വെച്ചത് പറയാറുണ്ട്, ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം, ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം എന്ന് പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ജോർജിയയിൽ വന്നിട്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി. മേലെ ഇത് ഓപ്പൺ ആയിട്ടുള്ളത് അല്ലേ? യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 24 hours നമുക്ക് യൂസ് ചെയ്യാൻ. 24 hours വാലിഡിറ്റി ഉണ്ട്. ഫാമിലി ടിക്കറ്റാണ് കേട്ടോ. 150 ലാറി. 150 ലാറി എന്ന് പറഞ്ഞാൽ അറൗണ്ട് 20 KD വരും. പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് തരാമെന്ന് പറഞ്ഞു. ഇവർക്ക് ഇത്രയും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൈഡ് പറയുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ ഉണ്ട്, ഇന്ത്യൻ ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, റഷ്യൻ, ജോർജിയൻ എല്ലാ ലാംഗ്വേജും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതാണ് ഫാമിലി ടിക്കറ്റ്. ഓക്കെ, സംഭവം കൊള്ളാട്ടോ. 20 minutes, 1 hour 30 minutes. 15 minutes അല്ല, 1 hour 50 minutes. തിരിച്ചിവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ലാംഗ്വേജ് ഉണ്ട്. ടൂർ ഇൻ 14 ലാംഗ്വേജസ്. ഓസ്ട്രിയ, ജോർഡൻ, ജർമ്മനി, ജോർജിയ, അറബ്, ഇന്ത്യ, സ്പെയിൻ ഇല്ലാണ്ട്. ഓക്കെ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് മാപ്പ്. ഇതാണ് ഫുൾ മാപ്പ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കറങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്തും. ഇതിനകത്ത് ഇടയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ടോട്ടൽ 12 സ്റ്റോപ്സ് ഉണ്ട്. ഈ 12 സ്റ്റോപ്സിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയുള്ള ഇറങ്ങാം. ഈ കേബിൾ കാർ നേരെ മലയുടെ മുകളിലോട്ട് ചെല്ലും. മുകളിലോട്ട് പോയിട്ട് ഇവിടെയാണ് നമ്മുടെ മദർ ഓഫ് ജോർജിയ. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഫോണിൽ എടുത്തിട്ടുണ്ട്. ഞാനത്
അപ്പോൾ ഈ ബസ് ടൂർ വരുന്നത് ഈ ഐ ലവ് ടിബ്ലിസി എന്നൊക്കെ എഴുതിയിട്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് മെയ്ഡൻ സ്ക്വയറിൻ്റെ അവിടെയാണ്. ടൂർസ് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ്സ് എടുത്തത്. അപ്പോൾ ടൈം വന്നിട്ട് 4:20 അപ്പോൾ 4:30 പോയിരിക്കും അല്ലേ, മേ ബി. ഇങ്ങനെ നടക്കുകയാണോ? കുറേ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ തായ് റെസ്റ്റോറൻറ്റ്, പിന്നെ അറബിക് റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. ബോളിവുഡ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ചായിരുന്നു നമ്മൾ തായ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കിങ്കാലി. എവിടെ മഹാരാജ? ഉള്ളില്. താങ്ക് യു. ഹെഡ്സെറ്റ് തന്നു. ഹെഡ്സെറ്റ് സൈഡിൽ നമുക്ക് കുത്താട്ടോ. അങ്ങനെ നമ്മുടെ ബസ് ടൂറ് സ്റ്റാർട്ടായി. അപ്പോൾ ഇതാ ഹെഡ്സെറ്റൊക്കെ പിള്ളേരും വെറുതെ ഹെഡ്സെറ്റൊക്കെ വെച്ച് കുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ലാംഗ്വേജസിലും പറയും. അപ്പോൾ നമുക്ക് അവർ ഓരോ സ്ഥലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തെത്തുമ്പോൾ നിർത്തിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്ക് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മേലെ ഇരുന്ന് ഓപ്പൺ ആയിട്ടൊക്കെ ഇരുന്ന് പോകുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ബസ് ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീറ്റ്സിലൂടെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ കറങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. ലിബർട്ടി സ്ക്വയറിൻ്റെ അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ പിന്നെ ഒരു 1 hour 50 minutes നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതൊരു സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ. നമ്മൾ തിരിച്ച് അവിടെ തന്നെ തിരിച്ച് പോയില്ല. ബസ് സ്റ്റാർട്ട് ചെയ്തവിടെ തന്നെ തിരിച്ച് പോയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.